ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാമത്തെ അധ്യായത്തിലെ ഏതാനും ശ്ലോകങ്ങളായിരുന്നു പഠിച്ചത്. അതിൻ്റെ ബാക്കി ഇന്ന്. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദേവി 3 ലോകങ്ങളിലും ഉള്ള രിപുക്കളെ, ശത്രുക്കളെ നശിപ്പിക്കാനായിട്ടുള്ള ആ ദേവി ദേവന്മാർക്ക് വേണ്ട ഇതെല്ലാം കൊടുത്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം അതിൻ്റെ ബാക്കി അറിയണമെങ്കിൽ നേരത്തെ നമ്മളെന്താണ് പഠിച്ചതെന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ദേവിയുടെ കൈകളിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ദിവ്യങ്ങളായ ആയുധങ്ങൾ, വാള്, ശൂലം, ഗദ തുടങ്ങിയ ആയുധങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളെയും പിന്നെ ഭൂമണ്ഡലത്തിലുള്ളവരെയൊക്കെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് 3 ലോകങ്ങളിലും അല്ലയോ ദേവി, അവിടുന്ന് 3 ലോകങ്ങളിലുമുള്ള ശത്രുക്കളെ എല്ലാം കൊന്ന് ലോകത്തെ രക്ഷിച്ചു. അപ്പോൾ അസുരന്മാരെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് ആ അസുരന്മാർക്ക് സ്വർഗപ്രാപ്തിയും കൊടുത്തു. പിന്നെ ഞങ്ങൾക്കൊക്കെ ശത്രുക്കളിലുണ്ടായിരുന്ന ഉന്മത്തന്മാരായ അസുരന്മാരിൽ നിന്നുണ്ടായിരുന്ന ഭയത്തെയൊക്കെ അങ്ങ് നീക്കിയില്ലാതെയാക്കി. അങ്ങനെയുള്ള ദേവിയെ ഞങ്ങൾ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ചെയ്തത്. അപ്പോൾ സ്തുതിയുടെ അവസാനത്തിൽ സ്വരക്ഷാർത്ഥം സ്വന്തം ദേവന്മാരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെയാ? അല്ലയോ ദേവി, അവിടുത്തെ ത്രിശൂലം കൊണ്ട് സമീപത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ നീക്കി ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നെ അല്ലയോ അംബികെ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നെ ദൂരത്ത് നിന്ന് വരുന്ന ആപത്തിൽ നിന്ന് ആ ഘണ്ഠാനാദം, ആ മണിയുടെ ഒച്ചയും വില്ലിൻ്റെ ഞാണിൻ്റെ ഒച്ചയും ഒക്കെ കൊണ്ട് ഞങ്ങളെ ദൂരെ നിന്ന് വരുന്ന ശബ്ദങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. അത് അവയുടെ ശബ്ദം കൊണ്ട്, അതായത് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ദേവിയുടെ കയ്യിലുള്ള ആ ആ മണിയുടെ ശബ്ദത്താൽ മോഹാലസ്യപ്പെട്ടു വീണു അസുരന്മാർ എന്ന്. അത്ര ശക്തിയുള്ളതാണ് ആ മണിയുടെ ഒച്ച. അതുപോലെ തന്നെ ഞാണൊലി, ഞാണൊലി ശബ്ദം കൊണ്ട് കുറേ പേര് മോഹാലസ്യപ്പെട്ടു വീണു. അങ്ങനെ ആ ശബ്ദം കൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങയുടെ കയ്യിലുള്ള ത്രിശൂലം ചുഴറ്റി 4 ദിക്കിൽ നിന്നും വരുന്ന ആപത്തുകളെയൊക്കെ ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ദേവി അന്തരീക്ഷത്തിലെ ചില ദേവിയുടെ ശക്തി വിശേഷത്താൽ ഉണ്ടായ ത്രിലോകത്തിൽ സഞ്ചരിക്കുന്നതായ അതിഘോരങ്ങളായ രൂപങ്ങൾ, രക്ഷസ്, പിന്നെ ഭൂതപ്രേത പിശാചുക്കൾ, ഇവയൊക്കെയാണത്. അപ്പോൾ അവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചു. പിന്നെ പറഞ്ഞു, ദേവിയുടെ കയ്യിൽ പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് പരിശുദ്ധമായി തീർന്ന ആ ശോഭിക്കുന്ന വാള്, ശൂലം, ഗദ ഇവ കൊണ്ട് ഞങ്ങളെയും ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചു. അല്ലേ? അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഏവം. ഇവിടെ തുടങ്ങുന്നത് ഏവം, അത് പറയാൻ വേണ്ടിയാണ് ആദ്യത്തേത്. ഇപ്രകാരം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇനി വായിക്കാം. ഋഷിരുവാച ഏവം സ്തുതാസുരൈർദിവ്യൈ കുസുമൈർനന്ദനോത്ഭവൈഃ അർച്ചിത ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈഃ. പഴയ പുസ്തകത്തിലെ ആദ്യം വായിക്കുന്നത്, കാരണം 2 ലൈനായിട്ടാണ് ഓരോ ശ്ലോകം എഴുതിയിരിക്കുന്നത് പഴയ പുസ്തകത്തിൽ. പുതിയതിൽ 4 ലൈനാക്കിയിട്ടുണ്ട്. അപ്പോൾ വിസർഗം പറഞ്ഞിട്ട്
തിരിച്ചു തുടങ്ങുന്നതാണ് 4 ലൈനായി എഴുതിയിരിക്കുന്നത്. പിരിച്ച് വായിക്കുന്നത്, ഒന്നിച്ച് വായിക്കുന്ന പഴയ പുസ്തകത്തിലെ. അപ്പോൾ പഴയ പുസ്തകമുള്ളവർ അത് നോക്കിയിരിക്കുക. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വായിക്കുന്നത്. ഋഷിരുവാച ഏവം സ്തുതാസുരൈർദിവ്യൈർ കുസുമൈർനന്ദനോത്ഭവൈः അർച്ചിത ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈः ഭക്തിയാ സമസ്തൈസ്രുതശൈർദിവ്യൈ ധൂപൈ സുധൂപിതാ പ്രാഹപ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. ദേവ്യുവാച വ്രിയതാന്ത്രദശാ സർവേ യദസ്മത്തോഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ സ്തവൈരേവി സുപൂജിത. ഈ ലൈൻ ഇല്ല, ഒരു പുസ്തകത്തിലും കാണില്ല. അത് എഴുതി വയ്ക്കണം നമ്മൾ. ഇത് പഴയ പുസ്തകത്തിലാണ്, ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്, കാരണം അതില്ല ഒരു പുസ്തകത്തിലും. ദദാമ്യഹം അതിപ്രീത്യ സ്തവൈരേവി സുപൂജിത. ദേവാഊജോ ഭഗവത്യാ കൃതം സർവം ന കിഞ്ചിത് അവശിഷ്യതേ യതയം നിഹത ശത്രുരസ്മാകം മഹിഷാസുരഃ യദി വാപി വരോദേയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃതാ ത്വം നോ ഹിംസേഥ പരമാപദാ യശ്ചമർത്യസ്തവൈരേവി സ്ത്വാം തോഷ്യത്യമലാനനെ തസ്യ വിത്തർത്തി വിഭവൈഃ ധനധാരാദിസമ്പദാം വൃദ്ധയേസ്മത് പ്രസന്നാത്വം ഭവേത സർവദാംബികേ. ഇത്രയും മതി. ഇനി അതിൻ്റെ പിരിച്ച് പറയാം. ഋഷികി ഉവാച ഋഷിരുവാച സുരൈഃ ദിവ്യൈഃ കുസുമൈഃ നന്ദനോത്ഭവൈഃ. എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ സുരൈർ ദിവ്യൈ കുസുമൈർ നന്ദനോത്ഭവൈഃ എന്ന് പിരിച്ചു വായിക്കുവാണെങ്കിലോ സ്തുതാ സുരൈർ ദിവ്യൈഃ കുസുമൈർ നന്ദനോത്ഭവൈഃ എന്ന്. അർച്ചിത ജഗതാം ധാത്രി ഗന്ധാനുലേപനൈഃ അവിടെയൊന്നുമില്ല. സമസ്തൈ ത്രിദശൈർ ദിവ്യൈർ ധൂപൈ സുധൂപിത ഭക്തിയാ സമസ്തൈഃ ത്രിദശൈഃ ദിവ്യൈഃ ധൂപൈഃ സുധൂപിത. ഒന്നിച്ച് വായിക്കുമ്പോഴോ ഭക്തിയാ സമസ്തൈസ്രുതശൈർ ദിവ്യൈർ ധൂപൈർ സുധൂപിത പ്രാഹ പ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുര. അവിടെയൊന്നും പിരിക്കാനില്ല. ദേവി ഉവാച ദേവി ഉവാച വ്രിയതാന്ത്രദശ സർവേ യതഃ അസ്മത്തഃ അഭിവാഞ്ചിതം. യതഃ അസ്മത്തഃ അസ്മത് അഭിവാഞ്ചിതം യതസ്മത്തോഭിവാഞ്ചിതം എന്നൊന്നിച്ച്. യതഃ അസ്മത് അഭിവാഞ്ചിതം യതസ്മത്തോഭിവാഞ്ചിതം എന്നൊന്നിച്ച്. ദദാമി അഹം അതിപ്രീത്യ ദദാമ്യഹമതിപ്രീത്യ തവൈഃ ഏഭിഃ സുപൂജിത സ്തവൈരേഭി സുപൂജിത. അപ്രീത്യാഹ എന്നവിടെ വിസർഗ ഇടുവാണെങ്കിൽ തവൈഹി താമതി, അല്ല ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ സ്തവൈഹി എന്ന്. കിഞ്ചിത് അവശിഷ്യതേ ശത്രുഃ അസ്മാകം ശത്രുരസ്മാകം ദേയഃ ത്വയാ ദേയസ്ത്വയാ അസ്മാകം. പരം ആപദഃ പരമാപദഃ യാ ച യശ്ച യഹ ച യശ്ച സ്തവൈഃ ഏഭിഃ ത്വാം സ്തവൈരേഭിസ്ത്വാം തവൈഃ ഏഭിഃ ത്വാം സ്തവൈരേഭിസ്ത്വാം സ്തോഷ്യതി അമലാനനെ സ്തോഷ്യത്യമലാനനെ. ഒന്നിച്ച് ചൊല്ലുവാണെങ്കിൽ മർത്യസ്തവൈരേഭിസ്ത്വാം സ്തോഷ്യത്യ അമലാനനെ. സഹായുടെ ഇതൊക്കെ വരും. വൃദ്ധയഃ അസ്മദ് വൃദ്ധയേസ്മദ്
അത്രയേ ഉള്ളൂ പിരിച്ച് പറയാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അർത്ഥം പഠിക്കാം. അപ്പം ആദ്യം ഈ പുതിയ പുസ്തകത്തിൽ 4 വരിയിൽ എഴുതിയിരിക്കുന്ന വായിക്കാം. ഋഷിരുവാച, ശ്ലോകങ്ങൾ 27 മുതൽ. ഏവം സ്തുതാസുരൈർദിവ്യൈ, ഏവം എന്ന് എങ്ങനെയാണ്, എപ്രകാരം, മേളിൽ പറഞ്ഞ പ്രകാരം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞോ അത് പ്രകാരം, ഇപ്രകാരം സ്തുതാസുരൈർദിവ്യൈർ കുസുമൈർ നന്ദനോത്ഭവൈഹി, ഒന്നിച്ചാണെങ്കിൽ സുരൈഹി ദിവ്യൈഹി കുസുമൈഹി നന്ദനോത്ഭവൈഹി, നന്ദനക ഉത്ഭവൈഹി. അപ്പോൾ എല്ലായിടത്തും വിസർഗം ചേർക്കുക. സുരൈഹി ദിവ്യൈഹി കുസുമൈഹി നന്ദനക ഉത്ഭവൈഹി, അങ്ങനെ. അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോഴോ സുരൈർ ദിവ്യൈർ കുസുമൈർ നന്ദനോത്ഭവൈഹി എന്ന്. അല്ല, മുറിച്ചാണെങ്കിലോ സുരൈർ ദിവ്യൈഹി കുസുമൈർ നന്ദനോത്ഭവൈഹി എന്ന് വായിക്കാം. അർച്ചിത ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈഹി, ധാത്രി ധരിക്കുന്നവൾ, പെറ്റമ്മ പോറ്റമ്മ, 2 അമ്മമാരെ അല്ലേ. അർച്ചിത ജഗതാം ധാത്രി, ജഗത്തിനെ മുഴുവൻ ധരിക്കുന്നത് കൊണ്ട് ജഗദ്ധാത്രി. പിന്നെ സൃഷ്ടി ചെയ്യുന്നത് ദേവി തന്നെയാണ്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പോൾ അത് പെറ്റമ്മ അല്ലേ. വയറിൽ ധരിച്ച് 10 മാസം ചുമന്നിട്ട് നമ്മളെ പ്രസവിക്കുന്നു, അതുകൊണ്ട് പെറ്റമ്മ. പിന്നെ പോറ്റമ്മയോ പ്രസവിച്ച് കഴിഞ്ഞ്, ഇപ്പം നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ശരിക്കുള്ള അമ്മ ദേവകി ദേവിയാണ്, പോറ്റമ്മ ആരാണ്? യശോദയാണ്. അതുപോലെ അർച്ചിത ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈഹി ഭക്തിയാ സമസ്തൈസ്ത്രിദശൈർദിവ്യൈ ധൂപൈ സുധൂപിത പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. ദേവ്യുവാച വ്രിയതാം ത്രിദശ സർവേ യദസ്മത്വാഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ തവൈരേവി സുഭൂജിത. ദേവാഊച്ചു. അവിടെ ആ 29ാമത്തെ ശ്ലോകത്തിൽ ആകെ 2 ലൈനേ എഴുതിയിട്ടുള്ളൂ. അതിനെ 4 ആക്കാൻ വേണ്ടി ദദാമ്യഹമതിപ്രീത്യ തവൈരേവി സുഭൂജിത എന്ന് എഴുതി ചേർക്കണം. ദദാമ്യഹം, അഹം ദദാമി, അതിപ്രീത്യ അത്യധികം പ്രീതിയോടുകൂടി, തവൈരേഭിഹി ഒരുവരാണോ ദേവിയെ പൂജിക്കുന്നത്, നമ്മൾ സ്തുതിച്ച പോലെ മറ്റാര് സ്തുതിച്ചാലും അവർക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരും എന്നുള്ള ഇതാണ്. ദേവി ഉവാച. ദേവാഊചോ ഭഗവത്യാകൃതം സർവം നാകിഞ്ചിത് അവശിഷ്യതേ യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുരഃ. ശത്രുരസ്മാകം ഒന്നിച്ച് പറയാം, അല്ലെങ്കിൽ പിരിച്ച് ശത്രുഹു അസ്മാകം. യദി വാപി വരോ ദേയസ്ത്വയാസ്മാകം ദേയഃ ത്വയാ അസ്മാകം ദേയാസ്ത്വയാസ്മാകം. മഹേശ്വരി സംസ്മൃതാ ത്വം നോ ഹിംസേഥ പരമാപദഃ. യശ്ചമർത്യസ്തവൈരേഭിസ്താം സ്തോഷ്യത്യമലാനനെ തസ്യ വിത്തർത്തി വിഭവൈഃ ധനധാരാദിസമ്പദാം. യഃ ചാമർത്യഃ തവൈഃ ഏഭിഃ ത്വാം സ്തോഷ്യതി അമലാനനെ തസ്യ യശ്ചമർത്യസ്തവൈരേഭിസ്താം സ്തോഷ്യത്യമമലാനനെ തസ്യ വിത്തർത്തി വിഭവൈഃ ധനധാരാദിസമ്പദാം. വൃദ്ധയേസ്മത് പ്രസന്നാത്വം ഭവേതാ സർവദാംബികേ.
ഇതിൽ പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പുസ്തകത്തിൽ എങ്ങനെ കിടക്കുന്നോ അങ്ങനെ വായിച്ചോളൂ കേട്ടോ. അപ്പം ആദ്യത്തെ ശ്ലോകം ഋഷിരുവാച, ഋഷി പറഞ്ഞു. സുമേധസ് മഹർഷി തുടരുകയാണ്. ഏവം ഇപ്രകാരം സ്തുതാസുരൈഹി, സുരന്മാർ എങ്ങനെയുള്ള സുരന്മാരാന്ന് അടുത്ത ഇതിൽ പറയുന്നു. ദിവ്യൈ സുരൈഹി, ദിവ്യന്മാരായ ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിച്ചു, അല്ലേ? ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട എന്ന്, ദിവ്യന്മാരായ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ദേവി എന്ന് എടുക്കാം നമുക്ക്. കുസുമൈഹി നന്ദനോത്ഭവൈഹി, കുസുമൈർ നന്ദനോത്ഭവൈഹി, അതായത് ദിവ്യങ്ങളായ നന്ദനോദ്യാനത്തിലെ പൂക്കളാൽ. നന്ദനോദ്യാനം എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പൂന്തോട്ടമാണ്, അതിനെ നന്ദനവനം എന്നാണ് പറയുക. അപ്പോൾ ഇന്ദ്രൻ്റെ പൂന്തോട്ടമായ കുസുമേർ നന്ദനോത്ഭവൈകി, അതായത് ദേവന്മാർ സ്തുതിച്ചു, ഇങ്ങനെ സ്തുതിക്കപ്പെട്ട, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ആ ദേവിയെ ദിവ്യങ്ങളായ ഇന്ദ്രൻ്റെ പൂന്തോട്ടത്തിലുണ്ടായ പൂക്കളാലും ധൂപങ്ങളാലും, ഗന്ധം എന്ന് പറഞ്ഞാൽ ധൂപം, ലേപനം ചെയ്യുക. അപ്പം ഇപ്രകാരം സ്തുതിച്ച ശേഷം ഇന്ദ്രൻ്റെ തോട്ടത്തിലെ നന്ദനവനത്തിലുണ്ടായ പൂക്കൾ കൊണ്ട് ദേവിയെ എന്തു ചെയ്തു? പൂജിച്ചു, അർച്ചിച്ചു. ദേവിയെ അർച്ചിച്ചു. അർച്ചിത ജഗദാന്താത്രി എന്നാണ് പറഞ്ഞ് അർച്ചിച്ചു. ലോകത്തിനെ മുഴുവൻ ധരിച്ചിരിക്കുന്നവളായ, അതായത് പെറ്റമ്മയുടെ പോലെ, പെറ്റമ്മയുടെയും പെറ്റമ്മയും ഒന്ന് തന്നെ, പെറ്റമ്മയും പോറ്റമ്മയുമായ ദേവിയെ ഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ലേപനം ചെയ്തു. ഗന്ധലേപനങ്ങൾ കൊണ്ട് അർച്ചിച്ചു. എന്നിട്ടോ ഭക്തിയാ സമസ്തൈ ത്രിദശൈഹി ദിവ്യേ ധൂപൈ സുധൂപിത പ്രാഹ പ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. ഭക്തിയാ സമസ്തൈ ത്രിദശൈർ ദിവ്യൈർ ധൂപൈ സുധൂപിത, നല്ല പോലെ ധൂപം കൊടുക്കുകയും അഗർബത്തി സാമ്പ്രാണി എല്ലാം കത്തിച്ച്, അഷ്ടദ്രവ്യങ്ങളെല്ലാം കത്തിച്ച് നല്ല ധൂപമൊക്കെ വരുത്തി ദേവിയെ സന്തോഷിപ്പിക്കാൻ. പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. അപ്പം ഭക്തിയോടുകൂടി സമസ്ത ത്രിദശന്മാരും, എല്ലാ ദേവന്മാരും ത്രിദശന്മാർ, സാധാരണ മനുഷ്യർക്ക് 4 ദശകളുണ്ട്: കൗമാരം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ ദേവന്മാർക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ, മറ്റ് 3 ഇല്ല. ഏതാണ് ഉള്ളത്? യൗവനം മാത്രം. അതുകൊണ്ട് അവരെ ത്രിദശന്മാരെന്ന് പറയുന്നു, 3 ദശയുള്ളവർ. അപ്പം അത് ദേവന്മാരുടെ പര്യായമാണ് ത്രിദശന്മാർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന, ഭക്തിയോടുകൂടി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ത്രിദശന്മാരെ ധൂപങ്ങൾ കൊണ്ടൊക്കെ ധൂളിച്ചു കൊണ്ട് പ്രസാദ സുമുഖി പ്രാഹ സമസ്താൻ പ്രണതാൻ സുരൻ, എല്ലാ സുരന്മാരെയും ദേവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഭക്തിയോടുകൂടി ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവന്മാരോട് ദേവി പറഞ്ഞു. എന്താണ് ദേവി പറഞ്ഞതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ 2 ശ്ലോകം. ഭക്തിയാ സമസ്തൈ ത്രിദശൈർ ദിവ്യൈ ധൂപൈ സുധൂപിത
ഒന്നുകിൽ സമസ്തൈ ദിവ്യൈർ ധൂപൈ സുധൂപിത എന്ന് വായിക്കാം. ഭക്തിയാ സമസ്തൈ ത്രിദശൈഹി, അവിടെ ത്രിദശൈഹി നിർത്തിയിട്ട് ദിവ്യൈർ ധൂപൈ സുധൂപിത എന്ന് വായിക്കാം. പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. ഇവിടെ പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, പറയപ്പെട്ട, പറഞ്ഞു, ദേവി പറഞ്ഞു. അപ്പം ഈ എന്താണ് സംഭവിച്ചതെന്ന് ഭക്തിയോടുകൂടി സമസ്ത ദേവന്മാരും ദിവ്യങ്ങളായ ധൂപങ്ങളാൽ ധൂപിക്കപ്പെട്ടു. എന്നിട്ട് ആ ധൂപത്തിലെല്ലാം സന്തോഷമുണ്ടായ ആ ദേവി എന്തു ചെയ്തു? ദേവന്മാരോടായി ഇപ്രകാരം പറഞ്ഞു. പ്രാഹ പറഞ്ഞു, സമസ്താൻ പ്രണതാൻ സുരാൻ. ഇനി എന്താണ് ദേവി പറഞ്ഞതെന്നാണ് വായിക്കുന്നത്. വ്രിയതാം ത്രിദേവ്യുവാച, ദേവി ഉവാച വ്രിയതാം ത്രിദശ സർവേ യദസ്മത്തോ അഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ തവൈരേവി സുപൂജിത. ഇവിടെ വ്രിയതാം എന്ന് പറഞ്ഞാൽ വരിക്കുക. ത്രിദശാഹ, ത്രിദശന്മാർ ദേവന്മാർ, സർവേ എല്ലാം, യതഹ അസ്മത്തഹ അഭിവാഞ്ചിതം, യതഹ എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കുക. ദദാമി അഹം ദദാമി, ഞാനത് നൽകാം. അതിപ്രീത്യ, വർദ്ധിച്ച സന്തോഷത്തോടുകൂടി ഞാനത് നൽകാം എന്ന് ദേവി പറഞ്ഞു. എന്നിട്ട് ദേവി എന്താ പറയുന്നത്? ദദാമി അഹം, ഞാൻ ദാനം ചെയ്യാം. ദദാമി എന്ന് പറഞ്ഞാൽ ഞാൻ ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം. എന്താണ് അതിപ്രീത്യ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി. തവൈരേഭി സുപൂജിത, വർദ്ധിച്ച സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് പൂജിക്കാം, അവരെ പൂജിക്കാം എന്നർത്ഥം. അപ്പം ദദാമിയെ അഹം അതിപ്രീത്യ, ദദാമ്യഹം അതിപ്രീത്യ സ്തവൈരേവിയെ സുപൂജിത. അപ്പം ഇവിടെ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള വരം സ്വീകരിച്ചാലും, ദുഷ്കരമാണ് എങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എന്ന് ദേവി അവരോട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊള്ളൂ, ഞാൻ നിങ്ങളിൽ സന്തുഷ്ടയാണ് എന്ന് ദേവി പറഞ്ഞു. ദേവാവൂജു, പിന്നെ ദേവനാണ് പറയുന്നത്, അതായത് ഭഗവാൻ പറയുകയാണ്, ഭഗവത്യാ കൃതം സർവം. ദേവന്മാർ, അതാണ് ദേവാവൂജു, ഭഗവാനല്ല, ദേവന്മാർ പറയുന്നു, ഭഗവത്യാ കൃതം സർവം, ഭഗവതിയാൽ എല്ലാം ചെയ്യപ്പെട്ടു, എല്ലാം ഭഗവതി ചെയ്തു. ന കിഞ്ചിത് അവശേഷിയത, കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒട്ടും, അല്പം പോലും ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, ബാക്കിയൊന്നുമില്ല, എല്ലാം ദേവി ചെയ്തു കഴിഞ്ഞു. യദയം നിഹത ശത്രുഹു അസ്മാകം മഹിഷാസുരഹ. അപ്പം മഹിഷാസുരൻ എന്ന് പേരുള്ള ഒരു ശത്രു ഞങ്ങൾക്കുണ്ടായിരുന്നു, അവനെയും ദേവി ഹനിച്ചു, അവനെയും കൊന്നു. അപ്പം ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ട? ഞങ്ങൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ദേവി ചെയ്തു കഴിഞ്ഞു എന്ന് ദേവന്മാർ പറയുകയാണ്. ദേവന്മാരുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കും ഇപ്പം പറയുന്നത് ഇതൊക്കെ? അപ്പോൾ ഭഗവാന്റെ ദേവിയുടെ ഭക്തയായ ഈ
ദേവൈ ഭഗവത്യാ കൃതം സർവം നാകിഞ്ചിത് അവശിഷ്യത. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ഭഗവതി ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ ശത്രുവായിരുന്ന മഹിഷാസുരനെയും കൊന്നു. യതി വാപി വരോദേയ തയോസ്മാകം മഹേശ്വരി സ്മൃതാ സംസ്മൃതാത്വം നോ ഹിംസേത പരമാപതഃ. യതി അഥവാ വാപി, അഥവാ വാപി വാപി അല്ലെങ്കിൽ വരഹാദേയഃ വരോദേയഃ ത്വയ അങ്ങയാൽ, അഥവാ എന്തെങ്കിലും വേണമെങ്കിൽ, ത്വയ അസ്മാകം മഹേശ്വരി സംസ്മൃത, അഥവാ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് തരിക? ഞങ്ങൾ സ്മരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഭയത്തെ മാറ്റിത്തരിക. തയ അസ്മാക അങ്ങയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സംസ്മൃത ഞങ്ങൾക്ക് നേരെ വരുന്ന ആപത്തുകളെയെല്ലാം പരമാപതഃ ശ്രേഷ്ഠങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിടുന്ന ആപത്തുകളെയൊക്കെ ഹിംസേഥ എന്ന് പറഞ്ഞാൽ ഹിംസിച്ച് കളഞ്ഞാലും കൊന്നുകളഞ്ഞാലും എന്നർത്ഥം. അപ്പം ഞങ്ങൾക്ക് നേരിടുന്ന വിഷമങ്ങളെ എല്ലാം തടുത്ത് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവത്യാകൃതം സർവം നാ കിഞ്ചിദവശിഷ്യതേ നാ കിഞ്ചിദവശിഷ്യതേത്. അപ്പം ദേവി നിങ്ങൾക്കെന്താ വേണ്ടത് ചോദിച്ചോ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ദേവന്മാർ പറയുകയാണ്, ഭഗവതിയാൽ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞു, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. പിന്നെ അഥവാ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. യതി വാപി വരോദേയഃ ത്വയ അസ്മാകം മഹേശ്വരി സംസ്മൃതാത്വം നോ ഹിംസേത പരമാവധ. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നേരിടാൻ വരുന്ന ആപത്തുകളെ ഇല്ലാതെയാക്കിയാലും, ഞങ്ങൾക്ക് നേരെ വരുന്ന ആപത്തുകളെ ഇല്ലാതാക്കിയാലും ഹിംസേത പരമാപതഃ. എന്തെങ്കിലും ഹിംസ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് ഞങ്ങളുടെ നേർക്ക് വന്നാൽ അവയെ ഇല്ലാതാക്കിയാൽ മാത്രം മതി എന്ന്. യതീവാപി വരോദേയഃ ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃതാത്വം നോ ഹിംസേത പരമാപതഃ. പരം ആപതഃ എന്ന് പറഞ്ഞാൽ പരമമായ ആപത്തുകൾ, വലിയ ആപത്തുകളൊക്കെ വരുന്നില്ലേ, അവയൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് അവയെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യശ്ചമർത്യസ്തവൈരേഭി ത്വാം സ്തൂഷ്യത്യമലാനനെ തസ്യ വിത്തർത്തി വിഭവൈഹി. അപ്പം യശ്ച മർത്യ സ്തവൈരേഭിഹി, ഏതൊരു മർത്യനാണോ, ഏഭിഹി സ്തവൈഹി ഈ ഞങ്ങൾ സ്തുതിച്ച ഈ സ്തുതി, ത്വാം അവർക്ക്, സ്തോഷ്യതി അവരിൽ ദയുണ്ടായിട്ട് സന്തോഷിച്ചിട്ട്, അതി അമലാനനെ സ്തോഷ്യതി അമലാനനെ സ്തോഷ്യത്യമലാനനെ, അമലം പരിശുദ്ധം, ആനനം മുഖം, അപ്പോൾ പരിശുദ്ധമായ മുഖത്തെ എന്നർത്ഥം. തസ്യ വിത്തർത്തി വിഭവൈഹി ധനധാരാദി സമ്പദാം. അതായത് അപ്പം എന്തെങ്കിലും അവരെ ആര് സ്തുതിക്കുന്നുവോ ഈ സ്തുതികളെ കൊണ്ട്, ഞങ്ങൾ സ്തുതിച്ച ഈ സ്തുതികളെ കൊണ്ട് ആര് സ്തുതിക്കുന്നുവോ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്താലും, എന്തൊക്കെയാണ്? സ്തോഷ്യതി അമലാനനെ, തസ്യ വിത്തഹ വിത്തം പണമാണ്, ഋദ്ധി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയാണ്, വിഭവങ്ങൾ ബാക്കി എല്ലാം, അതായത് കീർത്തി, യശസ്, പണം തുടങ്ങിയവ എന്നർത്ഥം. ധനധാരാദി സമ്പദ, ധനവും ദാരം എന്ന് പറഞ്ഞാൽ ഭാര്യമാരെന്നർത്ഥം.
ഇവിടെ നമ്മൾക്ക് ധനധാരാദി സമ്പദ എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധുക്കളെയും എന്നെടുക്കാം. മറ്റുള്ള ബന്ധുക്കളെയും ധനങ്ങളെയും സമ്പത്തുകളെയും എല്ലാം കൊടുത്താലും വൃദ്ധയെ പ്രസന്നാത്വം ഭവേത സർവദാംബികേ. കൂടാതെ ഇവിടെ എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചു. വൃദ്ധയെ പ്രസന്നാത്വം വൃദ്ധയെ അപ്പം വൃദ്ധയസ്മ പ്രസന്നാത്വം ഭവേദ സർവദാംബികെ. ആരൊക്കെ എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കണം എന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചു. അപ്പം ഈ സ്തുതി ആരൊക്കെ ചൊല്ലുന്നു അവർക്കെല്ലാം അതിൻ്റെ ഫലം കൊടുക്കണം എന്ന് അർത്ഥം. അപ്പം ഇവിടെ ആദ്യം മുതൽ ഞാൻ ആ കഥ ഇത് വായിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അർത്ഥം പറയാം, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഏവം സ്തുതാ സുരൈർ ദിവ്യൈ കുസുമൈർ നന്ദനോത്ഭവൈ അർച്ചിത ജഗദാന്തഹത്രി തഥാ ഗന്ധാനുലേപനൈ. ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടി ഒന്നിച്ച് ഭക്തി ആസമസ്തൈ ത്രിദശൈ ദിവ്യൈ ധൂപൈ സുധൂപിത പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. രണ്ടെണ്ണം കൂടി ഒന്നിച്ചാണ്. ദേവന്മാരിങ്ങനെ ദേവിയെ സ്തുതിച്ച ശേഷം ഇന്ദ്രൻ്റെ തോട്ടമായ നന്ദനവനത്തിലുണ്ടായ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിച്ചു. ജഗത്തിൻ്റെ മുഴുവൻ രക്ഷാഭാരം കയ്യേറ്റിരിക്കുന്ന ദേവിയെ ഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ആലേപനം ചെയ്ത് അർച്ചിച്ചു. ഭക്തിയോടുകൂടി എല്ലാ ദേവന്മാരും ദിവ്യധൂപങ്ങളാൽ ധൂപനം ചെയ്തു. അനന്തരം പ്രസാദസുമുഖിയായ ദേവി നമസ്കരിച്ചുകൊണ്ട് കിടക്കുന്ന ദേവന്മാരോടായി ഇപ്രകാരം പറഞ്ഞു. 2 ശ്ലോകം കഴിഞ്ഞു. 3-ാമത്തെ ദേവി ഉവാച പ്രിയതാന്തൃദശ സർവേ യദസ്മത്വാഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ തവൈരേഭി സൂചിതാം. ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് എന്തു വേണോ അതെന്നോട് ചോദിച്ചുകൊള്ളൂ, ഞാൻ പ്രീതിയോടുകൂടി സന്തോഷത്തോടുകൂടി അവയെല്ലാം തിരിച്ചു തരാം എന്നർത്ഥം. ഇനി ദേവാവൂചു, ദേവന്മാരെന്താ പറയുന്നതെന്ന്. ദേവന്മാർ പറഞ്ഞു, ഭഗവത്യാകൃതം സർവം നാകിഞ്ചിദവശിഷ്യതേ യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുരഃ. ഭഗവത്യാകൃതം സർവം, അല്ലയോ ദേവി അങ്ങ് എല്ലാം ചെയ്തു തന്നു അല്ലേ. ദേവന്മാരെ പറയുകയാണ്, ഞങ്ങളുടെ ശത്രുവായ മഹിഷാസുരനെ കൊന്നു. അതോടുകൂടി അല്ലയോ ദേവി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അടുത്ത ശ്ലോകം യതി വാപീത വരോ ദേയഃ ത്വയാ അസ്മാകം മഹേശ്വരി സംസ്മൃത ത്വന്നോ ഹിംസേത പരമാപദാം. അപ്പം ദേവി യതി വാപി വരോ ദേയഃ ത്വയാ അസ്മാകം മഹേശ്വരി, അല്ലയോ ദേവി എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഞങ്ങൾ സ്മരിക്കുമ്പോഴൊക്കെ, അതായത് ഞങ്ങൾക്ക് ആപത്ത് വരുമ്പോഴാണല്ലോ, മനുഷ്യർക്ക് ആപത്ത് വരുമ്പോഴാണല്ലോ ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്മരിക്കുമ്പോൾ, ഞങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വരുന്ന ആപത്തുകളെ ഇല്ലാതെയാക്കണേ. ഹിംസേത എന്ന് പറഞ്ഞാൽ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ കൊന്നുകളയുക, ഇല്ലാതെയാക്കുക എന്നർത്ഥം. അപ്പം ഞങ്ങൾക്ക് വരുന്ന ഞങ്ങളുടെ നേരെ വരുന്ന ആപത്തുകളെയൊക്കെ ഇല്ലാതെയാക്കിയാലും എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം യശ്ച മർത്യസ്തവൈരേഭി ത്വാം സ്തോഷ്യത്യമലാനനെ തസ്യ വിത്തർത്തി വിഭവൈഹി ധനധാരാദി സമ്പദാം. അതായത് അല്ലയോ ദേവന്മാരെ, ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. നിങ്ങളും ആഗ്രഹാനുസരിച്ചുള്ള വരം സ്വീകരിച്ചാലും ദുഷ്കരമാണെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എന്ന്
പറഞ്ഞതനുസരിച്ച് ദേവന്മാർ പറയുന്നു, ഞങ്ങളുടെ ശത്രുവായ മഹിഷാസുരനെ കൊന്നതോടുകൂടി അല്ലയോ ദേവി ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ദേവി എന്ന് പറഞ്ഞു. പിന്നെ മഹിഷാസുരനെ ഭയം ഉണ്ടായിരുന്നു, ആ മഹിഷാസുരനെയും കൊന്നുകളഞ്ഞു എന്ന് അത് കഴിഞ്ഞോ യശ്ചമർത്യസ്തവൈരേവി സ്ഥാം തോഷ്യത്യ അമലാനനയായ അല്ലെങ്കിൽ പരിശുദ്ധമായ മുഖത്തോടു കൂടിയവളെ വീണ്ടും ആവശ്യപ്പെടുവാണ് ദേവന്മാർ. അല്ലയോ ജഗന്മാതാവേ, ഈ സ്തോത്രങ്ങളെ കൊണ്ട് ദേവിയെ സ്തുതിക്കുന്നവർക്ക് പണവും അഭിവൃദ്ധിയും വിഭവങ്ങളും പുത്രധാരാദി സമ്പത്ത്, പുത്രന്മാർ ധാരന്മാർ എന്ന് പറയുന്ന എല്ലാവരുടെയും അല്ലേ, എല്ലാവർക്കും വേണ്ടി ധാരങ്ങളെയും ബന്ധുമിത്രാദികളെയും പുത്രന്മാരെയും സമ്പത്തും എല്ലാം കൊടുത്തവരെ അനുഗ്രഹിച്ചാലും എന്നർത്ഥം. ദേവന്മാർ വീണ്ടും ആവശ്യപ്പെടുന്നു, അമലാനനയായ ദേവി ജഗന്മാതാവെ, ഈ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്ന ദേവിയെ സ്തുതിക്കുന്നവർക്ക് വിഭവങ്ങളും പുത്രഭാവം ഭാവിച്ച് അല്ലെങ്കിൽ പുത്രധാരാദി സമ്പത്തും പുത്രന്മാരെ ധാരങ്ങൾ സമ്പത്തെല്ലാം വർദ്ധിക്കുവാൻ വേണ്ടി ദേവി സുപ്രസന്നയായി ഭാവിച്ച് അനുഗ്രഹിക്കണമേ. ദേവി സുപ്രസന്നയായി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ലാസ്റ്റ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ആപത്തുക്കളെ വരുമ്പോൾ തന്നെ ഇല്ലാതെയാക്കി തരണേ. പിന്നെ യശ്ചമർത്യസ്തവൈരേവി സ്ഥാം തോഷ്യത്യ അമലാനനെ, അല്ലയോ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവന്മാർ, അവർക്ക് അമല ആനന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ആ മുഖത്തോടു കൂടിയവൾ, പരിശുദ്ധമായ മുഖത്തോടു കൂടിയവൾ എന്നർത്ഥം. വിത്തർത്ഥി വിഭവൈഹി, വിത്തം പണമാണ്, ഋദ്ധി അഭിവൃദ്ധിയാണ്, വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം. പിന്നെ ധനധാരാദി സമ്പദ, ധനവും ധാരങ്ങളും ആയിട്ടുള്ള എല്ലാ സമ്പത്തുക്കളെയും തിരിച്ചു കൊടുത്തു. വൃദ്ധയാസ്മ പ്രസന്നാത്വം ഭവേദ സർവദാംബികേ, വർദ്ധിച്ച പ്രസന്നത കൊണ്ട് നീ ഞങ്ങളെ സർവദാ അംബികെ, അപ്പോൾ ഇവിടെ അല്ലയോ ദേവന്മാർ പറയാണ്, അല്ലയോ ദേവി ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സ്തോത്രങ്ങൾ കൊണ്ട് ആരാണോ ദേവിയെ സ്തുതിക്കുന്നത് അവർക്ക് പണവും അഭിവൃദ്ധിയും പുത്രന്മാരെയും ബന്ധുസമ്പത്തും എല്ലാം നൽകി അവരെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് ഏവം സ്തുതാസുരേ ദിവ്യൈ കുസുമൈർനന്ദനോത്ഭവൈഃ അർച്ചിതാൻ ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈഃ ഭക്ത്യാ സമസ്തൈ ത്രിദശൈ ദിവ്യൈ ധൂപൈ സുധൂപിത പ്രാഹപ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. എല്ലാ സുരന്മാരോടും ആ ദേവന്മാരോടായി ദേവി പ്രകാരം പറഞ്ഞു, പ്രിയതാന്തൃദശ സർവേ യഥസ്മത്വാഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ തവൈരേഭി സുഭൂജിത. 4 വരിയായി എഴുതുമ്പോൾ ദദാമ്യഹമതിപ്രീത്യ ഒരു ലൈനിൽ, എന്നിട്ട് തവൈരേഭി സുഭൂജിത 4ാമത്തെ ലൈനിൽ. അല്ല ഒന്നിച്ചെഴുതുന്നെങ്കിൽ ദദാമ്യഹമതിപ്രീത്യാഹ, ആ ഹാ പറയുന്നില്ലെങ്കിൽ സ്തവൈ എന്ന സാ ചേർത്ത് സ്തവൈരേഭി സുഭൂജിത. ദേവാഊജോ ഭഗവത്യാകൃതം സർവം നാകിഞ്ചിതവശിഷ്യതേ യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുര.
യതി വാപി വരോദേയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃത ത്വം നോ ഹിംസേത പരമാപദാം യശ്ചമത്യസ്തവൈരേവി താം തോഷ്യത്യാമലാനനെ. ത്വാം അവർക്ക്, തോഷ്യതി സന്തുഷ്ടയായിട്ട്, അമല ആനനെ ആനനം മുഖം അമലം പരിശുദ്ധം, തസ്യ വിദ്ധർത്തി വിഭവൈഹി അവർക്ക് പണവും അഭിവൃദ്ധിയും യശസ്സും എല്ലാം കൊടുത്താലും ധനധാരാദി സമ്പദാം വൃദ്ധയസ്മത് പ്രസന്നത്വം ഭവേതാ സർവദാംബികേ. അപ്പം ഇതും എല്ലാവർക്കും കൊടുത്താലും എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടും ദേവന്മാരെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ എല്ലാ ആപത്തും നീക്കി തന്നെ എന്ന് സ്വന്തം വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയും അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം നമഃ ചണ്ഡികായേ.